ദൃശ്യം 3 കണ്ടിറങ്ങിയതേ ഉള്ളൂ. സാധാരണ എല്ലാ റിവ്യൂവും പറയുന്നത് മൈക്കൊക്കെ വെച്ച് ഭയങ്കര പ്രിപ്പയർ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഈ പടം കഴിഞ്ഞിറങ്ങിയിട്ട് എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് റിവ്യൂ പറയണം എന്ന് തോന്നുകയാണ്. കാരണം ഫസ്റ്റ് പാർട്ട് വന്നു, സെക്കൻഡ് പാർട്ട് വന്നു, തേർഡ് പാർട്ട് വന്നു. ഫസ്റ്റ് പാർട്ടിൽ നല്ല പ്രതീക്ഷയായിരുന്നു, സെക്കൻഡ് പാർട്ട് ഇതെന്ത് ചെയ്യും എന്നൊരു പ്രതീക്ഷയായിരുന്നു. തേർഡ് പാർട്ട് മാക്സിമം നന്നാക്കാനുള്ള ഒരു ശ്രമം കാണുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും നന്നാക്കുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കൊച്ചു പിള്ളേർക്ക് വരെ ദൃശ്യത്തിനെ കുറിച്ച് അറിയാം. വരുൺ എന്ത് സംഭവിച്ചെന്ന്, ജോർജ് കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ ഈ കോടിക്കണക്കിന് വരുന്ന ആളുകൾ വരെ ഈ വർഷങ്ങളെടുത്ത് ദൃശ്യം 3യുടെ കഥ എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് 100% ഉറപ്പാണ് ഇതേപോലത്തെ ഒരു തിങ്കിങ് ജിത്തു ജോസഫ് അല്ലാതെ വേറൊരാളും തിങ്ക് ചെയ്ത് കാണത്തില്ല. കാരണം അത്രയും പക്ക പടം, അത്രയും എനിക്ക് പറയാവുള്ളൂ, പക്ക പടം. കാരണം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭാഗ്യവും സമയവും മാത്രമല്ല ജോർജ് കുട്ടിയും കുടുംബത്തെ ഇത്ര നാൾ രക്ഷിച്ചത്, മറിച്ച് അയാൾ ശരിക്കും ബ്രില്യന്റ് ആണോ എന്ന് വെച്ചാൽ ക്ലാസിക് ക്രിമിനൽ തന്നെയാണ്. പാർട്ട് 3ലേക്ക് എത്തിയപ്പോ കുറച്ചും കൂടെ മാസമായിട്ടുണ്ട്. സത്യം പറഞ്ഞ വേർഡ്സ് ഇല്ല, എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സന്തോഷം. ദൃശ്യം ഇനിയും തുടരും, 4ഉം 5ഉം ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. അടിപൊളി, മസ്റ്റായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ തന്നെ പോയി കണ്ടു. അടിപൊളി.